ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ജലജിയും കനകയും കൂടിയിട്ട് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു പ്ലേറ്റിലാക്കിയിട്ട് ജലജ അത് നവിക്ക് കൊണ്ടുവന്ന് കൊടുക്കുക. അപ്പോൾ നവ്യ പറയും, അയ്യോ എനിക്ക് ഉണ്ണിയപ്പം വേണ്ട പറയും കേട്ടോ. നീയല്ലേ ഉണ്ണിയപ്പം വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ കൂടെ വിളിച്ച് വരുത്തിയത് പറയും. എനിക്ക് അപ്പം വേണമായിരുന്നു, പക്ഷെ എനിക്കിപ്പോൾ ഇത് കഴിക്കാൻ തോന്നണില്ല. ഇപ്പം എനിക്ക് എൻ്റെ കാലൊക്കെ നല്ല വേദന, അതൊന്ന് തടവി തന്നാൽ മതി എന്ന് പറയട്ടോ. അപ്പം ജലജ പറയും, ഇനി ഞാൻ നിൻ്റെ കാലും തടവി തരണം. 7-ാം മാസം പെണ്ണുങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നാലേ പിന്നെ അവരുടെ അമ്മ അതൊക്കെ ചെയ്യേണ്ടത് എന്ന് പറയും. അപ്പോൾ പറയും, അമ്മായിയമ്മ ചെയ്തു വെച്ചിട്ടും ആരും ഒരു കുറ്റവും പറയാൻ പോണില്ല. നീയേ ഞാൻ കുറച്ച് തെറ്റുകൾ ചെയ്തു പോയി, അതിൻ്റെ തെളിവുകൾ നിൻ്റെ കയ്യിലുണ്ട് വെച്ചിട്ട് നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാമെന്ന് നോക്കൊന്നും വേണ്ട പറയും. ഞാൻ ബ്ലാക്ക് മെയിലൊന്നും ചെയ്യുന്നില്ല, നിങ്ങളുടെ ചരിത്രം ഞാൻ മുത്തശ്ശന് മനസ്സിലാക്കി കൊടുക്കുന്നേ ഉള്ളൂ പറയും. അപ്പോൾ ജലജ പറയും, എൻ്റെ എല്ലാ ചരിത്രങ്ങളും എൻ്റെ അച്ഛനറിയാം, അത് നീയായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർ. സ്വർണ്ണം മോഷ്ടിച്ച് വെച്ചെടുത്ത ചരിത്രമൊന്നും മുത്തശ്ശനെ അറിയില്ലല്ലോ, അത് ഞാൻ അറിയിച്ചു കൊടുക്കാമെന്ന് പറയുമ്പോൾ, എന്നാൽ വേഗം ഒന്ന് ഇരിക്കുക, ഞാൻ കാലിൽ തടവി തരാമെന്ന് പറയും കേട്ടോ. എന്നിട്ട് ഉണ്ണിയപ്പം തിരിച്ച് കൊണ്ടേക്കാൻ വേണ്ടിയിട്ട് ജലജ പോകുമ്പോൾ, അത് കൊണ്ടേക്കണ്ട, എന്തായാലും ഞാനത് തിന്നിട്ട് ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ വാങ്ങുകയാണ്. എന്നിട്ട് ചോദിക്കും, ഇത് ബേക്കറിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ചൂടാക്കി തന്നൊന്നല്ലല്ലോ ചോദിക്കും കേട്ടോ. അപ്പോൾ ജലജ പറയും, നിൻ്റെ അമ്മോട് വേണമെങ്കിൽ ചോദിച്ചു നോക്കുക, ഞാൻ അത് ഉണ്ടാക്കിയത് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് നവ്യ അതും കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക, ജലജയാണെങ്കിൽ കാലിങ്ങനെ തടവിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ അബി കയറി വരികയാണ്. അപ്പോൾ അബിക്ക് ഇത് കാണുമ്പോൾ ആകെ ഒരു വിഷമം പോലെ വരുന്നുണ്ട്. എന്നിട്ട് പറയും, ഇത് നല്ല കാര്യം തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നവ്യനെ ന്യായീകരിക്കണ പോലെ പറയും. എന്നിട്ട് നവ്യയോട് പറയും, നമുക്കൊന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് നവ്യനായിട്ട് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. നവ്യനായിട്ട് ഇങ്ങനെ പാർക്കിലൊക്കെ നടക്കുന്ന സമയത്ത് മറ്റേ പെൺകുട്ടി, അബി ചതിച്ച പെൺകുട്ടി അതൊക്കെ കാണും കേട്ടോ. അയ്യോ, ഈ പെൺകുട്ടീനെയും ഇവൻ ചതിച്ചോ, ആ പെൺകുട്ടിയും ഗർഭിണിയാണല്ലോ, ഇനി അത് ഇവൻ്റെ ഭാര്യയാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കും. ആ സമയത്ത് പെട്ടെന്ന് തല കറങ്ങിയിട്ട് ഈ പെൺകുട്ടി പോവുകയാണ്. ഓട്ടോക്കാരനോട് പറയും, വേഗം ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയും കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ പറയും, ഇനി 2 ദിവസം കൂടെയൊക്കെ ആയുസ് ഉണ്ടാവുള്ളൂ എന്നിങ്ങനെ പറയും. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ.